സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ നാലാമത്തെ പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെസ്സേസ് ലോ ഒക്കെ ഡിസ്കസ് ചെയ്തു, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പല കാര്യങ്ങളും പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തത് തെർമോ കെമിക്കൽ ഇക്വേഷൻസ് ആണ്. What is a thermochemical equation? It is a balanced chemical equation together with the value of enthalpy of the reaction is called thermochemical equation. നമ്മളൊരു ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുകയാണ്. അതിൽ റിയാക്റ്റൻസും പ്രൊഡക്റ്റും ഏത് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതും കൂടിയും അതിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ആ എൻതാൽപ്പി ചേഞ്ചും നമ്മൾ ഇക്വേഷനിൽ കാണിക്കാറുണ്ട്. Here the physical state of each of the reactants and product is also shown in the bracket. ഒരു എക്സാമ്പിൾ, H2 ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് ഗീവ്സ് H2O ഗ്യാസ്. ഇവിടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡെൽറ്റ ആർ എച്ച് നോട്ട് ഈസ് ഈക്വൽ ടു -285.83 കിലോ ജൂൾ പെർ മോൾ. അപ്പോൾ നമുക്ക് എൻതാൽപ്പി ചേഞ്ച് ഇങ്ങനെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ആ റിയാക്ഷൻ്റെ കൂടെ തന്നെ കാണിക്കാം. ഇതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ ആ റിയാക്ഷൻ്റെ കൂടെ ഇത്രയും ഹീറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്തു എന്നുള്ളത് ആ പ്രൊഡക്റ്റ് സൈഡിൽ പ്ലസ് എഴുതിയിട്ട് ആ വാല്യൂ അതിൻ്റെ കൂടെ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ അത് വേറെ തന്നെ എടുത്ത് എഴുതാം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ മൈനസ് ചാർജ് ഇട്ട് കൊടുക്കണം. പ്രൊഡക്റ്റിൻ്റെ കൂടെയാണെങ്കിൽ അവിടെ മൈനസ് ചാർജ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ രീതിയിലും എഴുതാം. H2 ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് ഗീവ്സ് H2O ഗ്യാസ് പ്ലസ് 285.83 കിലോ ജൂൾ പെർ മോൾ. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഡെൽറ്റ സി എച്ച് നോട്ട് വെച്ചിട്ടാണ് അത് റെപ്രസെൻ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് ഓഫ് എയർ ഓർ ഓക്സിജൻ ആൻഡ് ഓൾ ദ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ബീയിങ് ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം റിയാക്ടൻസും പ്രൊഡക്ട്സും. അതിൽ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസ് കമ്പഷൻ നടക്കുന്ന സബ്സ്റ്റൻസ് 1 മോളും ആയിരിക്കണം. അതിൻ്റെ കംപ്ലീറ്റ് കമ്പഷനിലുള്ള എൻതാൽപ്പിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് സിൻസ് ഹീറ്റ് ഈസ് ഓൾവേസ് ഇവോൾവ് ഡ്യൂറിങ് കമ്പഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കത്തിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് പുറത്തേക്ക് ഇവോൾവ് ചെയ്യുക. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഈ എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ, മീഥെയിൻ്റെ കമ്പഷനാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത്. CH4 ഗ്യാസ് മീഥെയിൻ ആണ്, പ്ലസ് 2O2 ഗ്യാസ് ഗീവ്സ് CO2 ഗ്യാസ് പ്ലസ് 2H2O ഗ്യാസ്. നെക്സ്റ്റ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഡെൽറ്റ എ എച്ച് നോട്ട് വെച്ചിട്ടാണ് അത് റെപ്രസെൻ്റ് ചെയ്യുക. അറ്റോമൈസേഷൻ ആറ്റംസ് ആക്കി മാറ്റാനുള്ള എൻതാൽപ്പിയാണ്. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഓൺ ബ്രേക്കിംഗ് 1 മോൾ ഓഫ് ദ ബോണ്ട് കംപ്ലീറ്റ്ലി ടു ഒബ്റ്റെയിൻ ആറ്റംസ് ഇൻ ദ ഗ്യാഷ്യസ് ഫേസ്. ഒരു മോള് ബോണ്ട് ബ്രേക്ക് ചെയ്യാണ് നമ്മൾ. എന്തിനു വേണ്ടിയിട്ട്? ഒരു ആറ്റം കിട്ടാൻ വേണ്ടിയിട്ട്, ഇൻ ഗ്യാഷ്യസ് ഫേസിലുള്ള ആറ്റം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്, പൊട്ടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട എൻതാൽപ്പിയാണ്. ഇൻ കേസ് ഓഫ് ഡൈ അറ്റോമിക് മോളിക്യൂൾസ് ദ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഈസ് സെയിം ആസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഡൈ അറ്റോമിക് മോളിക്യൂൾസ്, 2 ആറ്റംസ് വെച്ചുണ്ടാവുന്ന മോളിക്യൂൾസ് ആണെങ്കിൽ അവിടെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും സെയിം ആണ്. നമ്മൾ 2 രീതിയിലും അത് പറയാറുണ്ട്. ബോത്ത് ആർ സെയിം. എക്സാമ്പിൾ, H2 ഗ്യാസ് ഗീവ്സ് 2H ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് 2 ഹൈഡ്രജൻ ആറ്റംസ് ആയി മാറി ഗ്യാഷ്യസ് ഫേസിലുള്ള. അതാണ് ആ ഇക്വേഷനിൽ കാണിച്ചിട്ടുള്ളത്. അവിടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഈസ് ഈക്വൽ ടു 435.0 കിലോ ജൂൾ പെർ മോൾ. അതുതന്നെയാണ് അവിടുത്തെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും വരിക. നെക്സ്റ്റ് ബോണ്ട് എൻതാൽപ്പി ഡെൽറ്റ ബോണ്ട് എച്ച് നോട്ട്. കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോണ്ട്സ്. നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻസിൽ ബ്രേക്കിംഗ് ഓഫ് ബോണ്ട്സും നടക്കുന്നുണ്ട്, അതേസമയം മേക്കിംഗ് ഓഫ് ബോണ്ട്സും നടക്കുന്നുണ്ട്. എനർജി ഈസ് റിക്വയർഡ് ടു ബ്രേക്ക് എ ബോണ്ട് ആൻഡ് എനർജി ഈസ് റിലീസ്ഡ് വെൻ എ ബോണ്ട് ഈസ് ഫോംഡ്.
സാധാരണ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ, ഒരു ബോണ്ട് പൊട്ടിക്കാൻ നമുക്ക് എനർജി വേണം. എന്നാൽ എനർജി ഈസ് റിലീസ്ഡ് വെൻ എ ബോണ്ട് ഈസ് ഫോംഡ്. ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആ സമയത്ത് അവിടെ എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുക. സോ എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ ഈസ് പോസിറ്റീവ്, കാരണം എനർജി കൺസ്യൂമിങ് പ്രോസസ്സാണ് ബോണ്ട് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് എൻതാൽപ്പി ഓഫ് ബോണ്ട് ഫോർമേഷൻ ഈസ് നെഗറ്റീവ്. അപ്പോൾ അവിടെ റിലീസ് ചെയ്യാണ് ഹീറ്റ്, ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യാണ്. അതുകൊണ്ട് എൻതാൽപ്പി ഓഫ് ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. The amount of heat required to break 1 mole of covalent bond to form product in gaseous phase is called bond dissociation enthalpy. അപ്പോൾ ഒരു മോള് കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഗ്യാഷ്യസ് ഫേസിലുള്ള പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മോൾ ഓഫ് എ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എത്ര ഹീറ്റ് വേണോ അതിനെയാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഫോർ ഡൈഅറ്റോമിക് മോളിക്യൂൾസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആൻഡ് ബോണ്ട് എൻതാൽപ്പി ആർ സെയിം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഡൈഅറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും ബോണ്ട് എൻതാൽപ്പിയും സെയിം ആണ്. അത് ഹൈഡ്രജൻ്റെ കേസിൽ H2 ഗ്യാസ് ഗിവ്സ് 2 ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ഗ്യാഷ്യസ് ഫേസ്. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനും എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷനും ബോത്ത് ആർ ഈക്വൽ ടു 435.0 കിലോ ജൂൾ പെർ മോൾ. പക്ഷേ നമ്മൾ പോളി അറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഈസ് ഡിഫറെൻറ്റ് ഫ്രം bond dissociation enthalpy is different for different bonds within the same molecule. അവിടെ പോളി അറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ 2 ആറ്റംസിൽ ഒതുങ്ങില്ല, 2ൽ കൂടുതൽ ആറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യാൻ ഡിഫറെൻറ്റ് എനർജിയാണ് വേണ്ടത്. ഒരേ മോളിക്യൂളിലുള്ള പല ബോണ്ടുകളും ബ്രേക്ക് ചെയ്യാൻ പല എനർജിയാണ് വേണ്ടത്. സോ ഹിയർ ബോണ്ട് എൻതാൽപ്പി ഈസ് ദ ആവറേജ് ഓഫ് ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പീസ് ഓഫ് വേരിയസ് സിമിലർ ബോണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ എല്ലാ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പീസിൻ്റെയും കൂടി ആവറേജ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, for water the bond enthalpy is calculated as follows. വാട്ടറിൻ്റെ കേസ് എടുക്കാം. H2O ഗ്യാസ് gives ഹൈഡ്രജൻ ഗ്യാസ്. അവിടെ ഹൈഡ്രജൻ ആറ്റോമിക് ഫേസിൽ ആറ്റോമിക് സ്റ്റേറ്റിലാണ് ഉള്ളത്, ഗ്യാഷ്യസ് ഫേസിലാണ് ഉള്ളത്. ഹൈഡ്രജൻ ആറ്റമാണ് നമുക്ക് കിട്ടിയത്. പ്ലസ് OH ഗ്യാസ്. അവിടെ ആദ്യത്തെ OH ബോണ്ട് ബ്രേക്ക് ചെയ്തു. വാട്ടറിൽ 2 OH ബോണ്ട് ഉണ്ട്, 2 OH ബോണ്ട് ഉണ്ട് വാട്ടറിൽ. ഒരു ബെൻഡ് ഷേപ്പാണ് വാട്ടറിന് വരിക. അപ്പോൾ ആദ്യം ഒരു OH ബോണ്ട് ബ്രേക്ക് ചെയ്തു, അപ്പോൾ ഹൈഡ്രജനും OHും ആയിട്ട് മാറി. ഇനി അവിടുത്തെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത് 502 കിലോ ജൂൾ പെർ മോൾ ആണ്. നെക്സ്റ്റ് അടുത്തത് OH ബാക്കിയുണ്ട്. ആ OHലെ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ ഗ്യാസ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്, അത് രണ്ടും ആറ്റംസ് ആണ്, ഗ്യാഷ്യസ് ഫേസിലുള്ള ആറ്റംസ് ആണ്. അങ്ങനെയാണ് കിട്ടുക. അവിടെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ 427 കിലോ ജൂൾ പെർ മോൾ ആണ്. അപ്പോൾ ആദ്യത്തെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ 502 കിലോ ജൂൾ വേണ്ടി വന്നു. രണ്ടാമത്തെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ 427 കിലോ ജൂളേ വേണ്ടി വന്നിട്ടുള്ളൂ. സോ here the bond enthalpy of OH bond is taken as the average of the 2 bond dissociation enthalpies. That is bond enthalpy of OH bond is equal to നമുക്ക് ആദ്യം വേണ്ടി വന്ന OH ബോണ്ടിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പീൻ്റെ വാല്യൂ ആണ് 502. ദാറ്റ് വാല്യൂ പ്ലസ് രണ്ടാമത്തെ OH ബോണ്ടിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എൻതാൽപ്പിയാണ് 427. അത് രണ്ടും ആഡ് ചെയ്യുക, 502 പ്ലസ് 427. എന്നിട്ട് എത്ര OH ബോണ്ട് ഉണ്ട് വാട്ടർ മോളിക്യൂളിൽ? 2 OH ബോണ്ട് അല്ലേ? അപ്പോൾ ആ ബൈ 2 എന്ന് ചെയ്യുക, കാരണം 2 OH ബോണ്ടാണ്, രണ്ടിനും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കണം. സോ ബൈ 2 എന്ന് ചെയ്യുക. സോ 464.5 കിലോ ജൂൾ പെർ മോൾ ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ വാട്ടറിൻ്റെ OH ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് 464.5 കിലോ ജൂൾ പെർ മോൾ ആണ്. അത് 502 അല്ല, 427 അല്ല. അതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അത് പോളി അറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ ഒറ്റ വാല്യൂ ആണ്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനും ബോത്ത് ആർ സെയിം. The standard enthalpy of reaction delta RH naught is related to bond enthalpies of reactant and products in gaseous phase reaction as
ഡെൽറ്റ ആർ എച്ച് നോട്ട് ഇസ് ഈക്വൽ ടു സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻസ്, അതായത് സം ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻസ് എന്നാണ് അത് മീൻ ചെയ്യുന്നത്, മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻസ് മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് products. This equation is valid when all the reactants and products in the reaction are in gaseous state. ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എല്ലാ റിയാക്റ്റൻസും പ്രൊഡക്ട്സും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാറ്. ആ ഒരു ഇക്വേഷൻ ആ ഒരു കണ്ടീഷനിൽ മാത്രമാണ് വാലിഡ് ആവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എൻതാൽപ്പി ഓഫ് ഡൈല്യൂഷൻ, അതാണ് ഡെൽറ്റ ഡി ഐ എൽ എച്ച് നോട്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. It is the enthalpy change when a solution is diluted, that is more solvent is added to the solution. ഒരു സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ എ സൊല്യൂഷൻ ഈസ് ഡൈല്യൂട്ടഡ്. അതിലേക്ക് നമ്മൾ കൂടുതൽ വാട്ടർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സോൾവെൻ്റ് ആഡ് ചെയ്യുമ്പോഴാണ് ഡൈല്യൂഷൻ നടക്കുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് ദ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് ആഡഡ്. ഇത് രണ്ട് കാര്യങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്യുക, ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് എത്രത്തോളം സോൾവെൻ്റ് ആണോ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളെയും ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അത് എൻതാൽപ്പി ഓഫ് ഡൈല്യൂഷൻ. നെക്സ്റ്റ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, ഡെൽറ്റ എസ് ഒ എൽ എച്ച് നോട്ട് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. Enthalpy of solution is the enthalpy change when 1 mole of the substance is dissolved in a specified amount of solvent. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച്. 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ സ്പെസിഫിക് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് അതിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച്, അതിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദി എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഇസ് ഇൻ വാട്ടർ ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ വാല്യൂ ഓഫ് ലാറ്റിസ് എൻതാൽപ്പി ഡെൽറ്റ ലാറ്റിസ് എച്ച് നോട്ട് ആൻഡ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ഓഫ് അയോൺസ് ഡെൽറ്റ എച്ച് വൈ ഡി എച്ച് നോട്ട്. അപ്പോൾ എൻതാൽപ്പി ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഡെൽറ്റ എസ് ഒ എൽ എച്ച് നോട്ട് ഇസ് ഈക്വൽ ടു സം ഓഫ് ലാറ്റിസ് എൻതാൽപ്പി ആൻഡ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പിൻ്റെയും ഹൈഡ്രേഷൻ എൻതാൽപ്പിൻ്റെയും സമ്മാണ് ഈ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ മോസ്റ്റ് ഓഫ് ദ അയോണിക് കോമ്പൗണ്ട്സ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഈസ് പോസിറ്റീവ് ആൻഡ് ദ ഡിസോസിയേഷൻ പ്രോസസ് ഈസ് എൻഡോതെർമിക്. അയോണിക് കോമ്പൗണ്ട്സിനൊക്കെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എനർജി കൺസ്യൂമിങ് പ്രോസസ് ആയിരിക്കും. ആൻഡ് ദ ഡിസോസിയേഷൻ പ്രോസസ് ഈസ് എൻഡോതെർമിക്. നമ്മൾ ഹീറ്റ് അങ്ങോട്ട് സപ്ലൈ ചെയ്താൽ മാത്രമാണ് ഡിസോസിയേഷൻ പ്രോസസ്സ് അയോണിക് കോമ്പൗണ്ട്സിൽ നടക്കുക. ദെർഫോർ ദ സോളിബിലിറ്റി ഓഫ് മോസ്റ്റ് സോൾട്സ് ഇൻ വാട്ടർ ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ് അധിക സോൾട്ടുകളും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക. അപ്പോൾ സോൾട്ടുകൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് അതിൻ്റെ ഡിസൊല്യൂഷൻ നടക്കുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ലാറ്റിസ് എൻതാൽപ്പി ഡെൽറ്റ ലാറ്റിസ് എച്ച് നോട്ട്, അതെന്താ നോക്കാം. ദ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് എൻ അയോണിക് കോമ്പൗണ്ട് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 മോൾ ഓഫ് എൻ അയോണിക് കോമ്പൗണ്ട് ഡിസോസിയേറ്റ്സ് ഇൻ ടു ഗ്യാഷ്യസ് അയോൺ. 1 മോൾ അയോണിക് കോമ്പൗണ്ട് ഗ്യാഷ്യസ് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. 1 mole of ionic compound dissociates into gaseous ions. ആ സമയത്തുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. വി കനോട്ട് ഡിറ്റർമിൻ ലാറ്റിസ് എൻതാൽപ്പി ഡയറക്ട്ലി ബൈ എക്സ്പെരിമെൻറ്റ്സ്. നമുക്ക് എക്സ്പെരിമെൻറ്റ്സിലൂടെ അത് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ആൻ ഇൻഡയറക്റ്റ് മെത്തേഡ് കോൾഡ് ബോൺ ഹേബർ സൈക്കിൾ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഇറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ കൺസിഡറിങ് ദ ഫോർമേഷൻ ഓഫ് NaCl. നമുക്ക് NaCl വെച്ചിട്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. നമ്മളതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയുന്നത്. NaCl ഫോം ചെയ്യുന്ന ഇക്വേഷനാണ് ഇവിടെ എഴുതിയത്. Na ബ്രാക്കറ്റിൽ എസ് എന്നാണ് കൊടുത്തത്, സോളിഡ് സ്റ്റേറ്റിലുള്ളത്, പ്ലസ് ½
Cl2 ഗ്യാസ് ഗിവ്സ് NaCl സോളിഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ Na കമ്പൈൻസ് വിത്ത് ക്ലോറിൻ ടു ഫോം NaCl. ഇതാണ് നമുക്കുള്ള ഇക്വേഷൻ. ഇനി ഇത് എങ്ങനെ കിട്ടുക നോക്കാം. ഇവിടെ ദിസ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഇത് കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് സോളിഡ് സോഡിയം ആറ്റം to gaseous sodium atom. The energy change involved in this process is called sublimation enthalpy. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ ഓരോ എൻതാൽപ്പി ഡിസ്കസ് ചെയ്തിരുന്നു. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നതാണ്. അതിനുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലുള്ള സോഡിയം ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള സോഡിയം ആയിട്ട് മാറുകയാണ്. Na സോളിഡ് ഗിവ്സ് Na ഗ്യാസ്. അവിടെ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത് സബ്ലിമേഷൻ എൻതാൽപ്പിയാണ്. നെക്സ്റ്റ് അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. ദിറ്റ് ഈസ് കൺവേർഷൻ ഓഫ് ഗ്യാഷ്യസ് സോഡിയം ആറ്റം ടു ഗ്യാഷ്യസ് സോഡിയം അയോൺ. ഈ ഗ്യാഷ്യസ് സോഡിയം ആറ്റത്തിനെ നമ്മൾ ഗ്യാഷ്യസ് സോഡിയം അയോൺ ആക്കി മാറ്റുകയാണ്, Na+ ആക്കി മാറ്റുകയാണ്. ദി എനർജി ചേഞ്ച് ഇൻ ദിസ് പ്രോസസ് ഈസ് കോൾഡ് അയണൈസേഷൻ എൻതാൽപ്പി. അത് നമ്മൾ പഠിച്ച കാര്യമാണ്, 3rd ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ Na ഗ്യാസ് Na+ ഗ്യാസായി മാറുമ്പോൾ ഒരു ഇലക്ട്രോൺ അതിന്ന് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുക അയണൈസേഷൻ എൻതാൽപ്പിയാണ്. ഇതെപ്പോഴും ഒരു എൻഡോതെർമിക് പ്രോസസ് ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്, Na സോളിഡിനെ Na ഗ്യാസ് ആക്കി മാറ്റി. എന്നിട്ട് ഈ Na ഗ്യാസിനെ Na+ ഗ്യാസ് ആക്കി മാറ്റി. അടുത്തത് കൺവേർഷൻ ഓഫ് ക്ലോറിൻ ആറ്റം ടു ക്ലോറിൻ അയോൺ. The energy change involved in this process is called electron gain enthalpy. ഇവിടെ നമ്മൾ ക്ലോറിൻ ഗ്യാസിനെ ക്ലോറിൻ Cl- ഗ്യാസ് ആക്കി മാറ്റുകയാണ്. Cl ഗ്യാസിനെ Cl- ഗ്യാസ് ആക്കി മാറ്റുകയാണ്. ക്ലോറിൻ സാധാരണ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അതിനെ നമ്മൾ Cl- ഗ്യാസ് ആക്കി മാറ്റും. അവിടെ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് Cl- ആയി മാറുന്നത്. അവിടെ നമ്മൾ മെഷർ ചെയ്യുക ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്, ΔEgh. അത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലായതുകൊണ്ടാണ് ΔEgh0 എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് പാക്കിംഗ് ഓഫ് Na+ ഗ്യാസ് ആൻഡ് Cl- ഗ്യാസ് ടു ഫോം NaCl സോളിഡ്. The energy change in this process is called lattice enthalpy. അടുത്തത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിട്ടിയ Na+ ഗ്യാസിനെയും Cl- ഗ്യാസിനെയും NaCl സോളിഡ് ആക്കി മാറ്റാൻ പോവുകയാണ്. അത് ഒരു ഡെഫിനിറ്റ് അറേഞ്ച്മെൻറ്റിലൂടെയാണ്. അതിനെയാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിറ്റ് പാറ്റേണിലാണ് ഈ Na+ഉം Cl- അയോൺസും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക NaClന്. ആ സ്ട്രക്ചറിനെ റോക്ക് സോൾട്ട് സ്ട്രക്ചർ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഡെഫിനിറ്റ് ആയിട്ടുള്ള പാറ്റേണിൽ അറേഞ്ച് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ്. ദ പാക്കിംഗ് ഓഫ് Na+ ഗ്യാസ് പ്ലസ് Cl- ഗ്യാസ് ടു ഫോം NaCl സോളിഡ്. ദി എനർജി ചേഞ്ച് ഇൻ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുക ലാറ്റിസ് എൻതാൽപ്പിയാണ്. സോ Na+ ഗ്യാസ് പ്ലസ് Cl- ഗ്യാസ് ഗിവ്സ് NaCl സോളിഡ്. അവിടെ ലാറ്റിസ് ലാറ്റിസ് H0 ആണ് മെഷർ ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ എ സൈക്ലിക് ഫോം ആസ് ഫോളോസ്. ഈ സ്റ്റെപ്പിനെ നമുക്കൊരു സൈക്ലിക് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ബോൺ ഹേബർ സൈക്കിൾ. ആദ്യം നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് Na സോളിഡിനെ Na ഗ്യാസ് ആക്കി മാറ്റി. നമ്മൾ Mx എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് M എന്ന് പറയുന്നത് നമ്മളുടെ Na ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മെറ്റലാണ്, ഇവിടെ ഹാലജനാണ്. സോ Na സോളിഡിനെ Na ഗ്യാസ് ആക്കി മാറ്റി നമ്മൾ മെഷർ ചെയ്തത് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. അടുത്തത് Na ഗ്യാസിനെ Na+ ഗ്യാസ് ആക്കി മാറ്റി നമ്മൾ മെഷർ ചെയ്തത് അയണൈസേഷൻ എൻതാൽപ്പി. ഇനി ഹാഫ് ക്ലോറിൻ ഗ്യാസിനെ ക്ലോറിൻ ഗ്യാസ് ആക്കി മാറ്റി. അപ്പോൾ അത് ക്ലോറിൻ മോളിക്യൂളായിരുന്നു, Cl2 മോളിക്യൂളായിരുന്നു. അതിനെ ഡിസോസിയേഷൻ നടത്തിയിട്ടാണ് നമ്മൾ ഗ്യാസ് അല്ലെങ്കിൽ ക്ലോറിൻ ഗ്യാസ് ആക്കി മാറ്റിയത്. ക്ലോറിൻ സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ക്ലോറിൻ ആറ്റം ഇൻ ഗ്യാഷ്യസ് ഫേസ് ആക്കി മാറ്റി. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുക എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ് മെഷർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്ലോറിൻ ഗ്യാസിനെ ക്ലോറിൻ Cl- ഗ്യാസ് ആക്കി മാറ്റി. അവിടെ നമ്മൾ മെഷർ ചെയ്യുക ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. അതിനെ തന്നെയാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്നും വിളിക്കാറുണ്ട് നമ്മൾ. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മെഷർ ചെയ്തു.
ഇനി ഈ Na+ ഗ്യാസും Cl- ഗ്യാസും കൂടിയും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ NaCl സോളിഡാക്കി മാറ്റി. അപ്പോൾ നമ്മൾ മെഷർ ചെയ്തത് ലാറ്റിസ് എൻതാൽപ്പിയാണ്. അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡ് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡാണ് ഇവിടെ കൊടുത്തത്. Na സോളിഡ് പ്ലസ് ഹാഫ് Cl2 ഗ്യാസ് ഗീവ്സ് NaCl സോളിഡ്. അവിടെ നമ്മൾ മെഷർ ചെയ്തത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എഫ് എച്ച് നോട്ട് എന്ന് ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പ്ലസ് അയണൈസേഷൻ എൻതാൽപ്പി പ്ലസ് ഡിസോസിയേഷൻ എൻതാൽപ്പി പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പ്ലസ് ലാറ്റിസ് എൻതാൽപ്പി. ഇതെല്ലാതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കിട്ടുക. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പിലാണ് NaClയുടെ ഫോർമേഷൻ ഇവിടെ പറഞ്ഞത്. ഒന്ന് ഡയറക്റ്റ് സ്റ്റെപ്പ്, മറ്റേത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതിൽ സോഡിയം കുറേ ചേഞ്ചസ് നടന്നിട്ടാണ് Na+ ആയി മാറുന്നത്. ക്ലോറിൻ കുറേ ചേഞ്ചസ് നടന്നിട്ടാണ് Cl- ഗ്യാസ് ആയിട്ട് മാറുന്നത്. എന്നിട്ട് ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് NaCl സോളിഡ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സമ്മാണ് ആക്ച്വലി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് NaCl. നെക്സ്റ്റ്, ബൈ അപ്ലൈയിങ് ഹെസസ് ലോ വി ക്യാൻ റൈറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെസസ് ലോ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ചസ് സെയിം വെദർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ ഡിഫറൻസ് അല്ലെങ്കിൽ സെവറൽ സ്റ്റെപ്പ്. കുറേ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിലും ആ ഒരു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എഫ് എച്ച് നോട്ട് ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പ്ലസ് എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ പ്ലസ് എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ. അവിടെ ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ് നമ്മൾ ഹാഫ് Cl2 ആയിരുന്നല്ലോ, അതുകൊണ്ട് പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു എമൗണ്ടിൻ്റെ പകുതി മതി നമുക്ക്. ഹാഫ് Cl2 ആണ് ഇക്വേഷനിലുള്ളത്. അതുകൊണ്ടാണ് ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പ്ലസ് ലാറ്റിസ് എൻതാൽപ്പി. ഫ്രം ദിസ് ലാറ്റിസ് എൻതാൽപ്പി ക്യാൻ ബി ഡിറ്റർമിൻഡ് ആസ്, അവിടുന്ന് നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി മെഷർ ചെയ്യാം. ഡെൽറ്റ ലാറ്റിസ് എൻതാൽപ്പി അല്ലെങ്കിൽ ഡെൽറ്റ ലാറ്റിസ് H0 ഈസ് ഈക്വൽ ടു, അതിനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളത് ഇക്വേഷൻ ഇങ്ങനെയായി മാറും. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എഫ് എച്ച് നോട്ട് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് എച്ച് നോട്ട് മൈനസ് ദാറ്റ് ഈസ് ഒന്നും കൂടിയും പറയാം, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് എച്ച് നോട്ട് മൈനസ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ എല്ലാ ടേമും കൂടിയും ആഡ് ചെയ്യുക. എന്നിട്ട് അതിനെ ഈ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഡെൽറ്റ എഫ് എച്ച് നോട്ട് മൈനസ് sublimation enthalpy plus ionization enthalpy plus half of bond dissociation enthalpy plus electron gain enthalpy. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുക എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആക്കി വെക്കുക. താങ്ക് യു.